ഹായ് ഹലോ വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഒത്തുചേരലുണ്ടോ, ഒരു റിയൂണിയൻ ഉണ്ടോ, അവരെന്താണ് നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുന്നത്, സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു റിയൂണിയൻ നടക്കുവാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ നടക്കുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എനിക്കിവിടെ ഫസ്റ്റ് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് ആൻഡ് 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ ഓവർ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണിക്കുന്നത്. അതായത് അവരെന്തോ ഒരു സിറ്റുവേഷനിൽ സ്ട്രക്കഡായിട്ട് വളരെയധികം സ്ട്രെസ്ഫുള്ളാണ്. ഓക്കെ, മേ ബി അത് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം, ഒരു ജോലി ഇല്ലാത്തൊരു പ്രോബ്ലം ആയിരിക്കാം. എന്തോ ഒന്ന് അവർ വളരെയധികം സ്ട്രെസ്സായിട്ട്, അതായത് ഓവറായിട്ട് സ്ട്രെസ്സായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സിറ്റുവേഷനാണ്, അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു ലോങ് ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം നിങ്ങൾ നാട്ടിലും, അല്ലെങ്കിൽ അവർ അബ്രോഡ്, അല്ലെങ്കിൽ അവർ നാട്ടിൽ നിങ്ങൾ അബ്രോഡ്, അങ്ങനെ എന്തെങ്കിലും ഒരായിരിക്കാം. അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത അത്രയും ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. മേ ബി അത് ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ആരോ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. അതായത് ഒരു റിലേഷൻഷിപ്പ് സാധാ റിലേഷൻഷിപ്പിനെ പോലെ ആയിട്ട് കുറച്ച് കൂടുതൽ നാളായിട്ടുണ്ട് നിങ്ങൾ ആ ഒരു സെപ്പറേഷൻ പോലെയുള്ളൊരു അവസ്ഥ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം റിലേഷൻഷിപ്പിലും ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, അല്ലാതെയും ഉള്ളൊരു ഡിസ്റ്റൻസ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ആൻഡ് ഫസ്റ്റ് വന്ന കാർഡ് മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് നോക്കുമ്പം വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാ നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണ് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ രണ്ടുപേരിലും ആരോ ഒരാൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അതായത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഈ പേഴ്സൺ വിട്ടു പോകുമ്പം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, അവരില്ലാതെ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജി നിങ്ങളുണ്ടെങ്കിൽ ഈ പേഴ്സൺ അത്രയും അട്രാക്റ്റീവ് ആണ് നിങ്ങളിൽ നിന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ പേഴ്സൺ സ്നേഹത്തിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കെയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി ആയിരിക്കാം. എന്തൊക്കെയോ നിങ്ങളെ വളരെയധികം ഈ പേഴ്സണിൽ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്.
ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ നിന്ന് കാണുന്നു. അതായത് ഇപ്പം അവർ സൈലൻ്റ് ആയിട്ട് പോയാലും അവർക്കൊരു മിസ്സിങ് എനർജി വരുമ്പം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പം അവരെന്തിനാണ് സൈലൻ്റ് ആയിട്ട് പോയത് എന്നുള്ള അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കിനെ അവർ വളരെയധികം വാക്കുകളിൽ കൃത്രിമത്വം ഉപയോഗിച്ച്, അതായത് അവരുടെ കള്ളത്തരങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നുണകൾ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർ ചെയ്തെടുക്കുകയും ചെയ്യും. അതിനുള്ള പവർ അവർക്കുണ്ട്. ഓക്കെ, അതായത് ഒരു മാനിപ്പുലേറ്റീവ് എനർജി അല്ലെങ്കിൽ കൃത്രിമത്വം യൂസ് ചെയ്ത് വിചാരിച്ചത് നേടിയെടുക്കാനുള്ളൊരു പവർ അത് അവർക്ക് നല്ല രീതിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി അത് ജനിച്ചപ്പോഴേ ഉള്ളൊരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതായിരിക്കും, അറിഞ്ഞുകൊണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് സ്റ്റാർ കാർഡാണ് വന്നത്. ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം സൈലൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളൊരു വിചാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു എനർജി ആയിരിക്കാം. ഓക്കെ, ഈ പേഴ്സണുമായിട്ടുള്ളൊരു റീയൂണിയൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത് നോക്കാം. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പം അവർ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർ സ്ട്രെസ്ഫുൾ ആണെന്ന് കണ്ടു, ഭയങ്കരധികം സ്ട്രെസ്ഫുൾ ആണെന്ന് കണ്ടു, ആൻഡ് ലോങ് ഡിസ്റ്റൻസിലാണെന്നുള്ളത് കണ്ടു, അതിൻ്റെയൊക്കെ വിഷമങ്ങളുണ്ട് എന്നുള്ളത് കണ്ടു. ഐ മീൻ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് കാണാതെ ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ കോൺടാക്റ്റ് ഇല്ലാത്തതാണെങ്കിലും അവരെ അത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടു. തോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു തോട്ട്സ് അവർക്കുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഹോപ്പ് കൊടുക്കുന്നുണ്ട് അവർ ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ എന്നുള്ളത് കാണുന്നു. മേ ബി അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെതെങ്കിൽ അതിലൊരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുക, അതിലൊരുപാട് ഫാൻസ് ഉണ്ടാവുക. അതായത് ഇവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവരുടെ കൂടെ ഉണ്ട്. അത് പ്രപ്പോസലായിട്ട് മാറുക, അതുപോലെ തന്നെ ഇവരെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. പക്ഷെങ്കിൽ ഇവർക്ക് അതൊന്നും വേണ്ട, അവരത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ അവർക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, ഒരാളോട് ഇഷ്ടം തോന്നിപ്പോയി. അപ്പോൾ അതാണ് അവർക്ക് ജെന്യുവനായിട്ട് തോന്നുന്നത്, അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, റീയൂണിയൻ ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, റീയൂണിയൻ പോസിബിൾ ആണ്, റീയൂണിയൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം 4 ഓഫ് വാൻസ് എന്ന കാർഡാണ്. ഈ കാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതൊരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാരേജ്, ഒരു സെലിബ്രേഷൻ, എൻജോയ്മെൻറ്റ്, റീയൂണിയൻ എന്നൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. സോ നിങ്ങൾക്കിവിടെ റീയൂണിയൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം അതിൽ ഇതാക്കേണ്ട കാര്യമില്ല, കാരണം സിറ്റുവേഷൻസ് എല്ലാം ടെമ്പററി ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് തോന്നുന്നുണ്ട്. പക്ഷേ ഇവർ അതിനെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതവർ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങളെ ഏത് തരത്തിലേക്കും അവരിലേക്ക് അവർ അടുപ്പിക്കുന്നില്ല, അത് അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം. കാരണം ഇവിടെ ഒരു സ്ട്രെസ്ഫുള്ളും റെസ്പോൺസിബിലിറ്റിയുള്ളൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിൽ നിന്നെല്ലാം ഒരു സ്റ്റെബിലിറ്റി വന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ, തേർഡ് പാർട്ടിയുടെ എനർജി എനിക്ക് തേർഡ് പാർട്ടി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനെയാണെന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. അപ്പം തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ റിയൂണിയൻ നിങ്ങൾക്ക് നടക്കും. അതായത് ലൈഫ് ലോങ്ങിലേക്ക് ഒരു റിയൂണിയൻ വരും. പക്ഷെ അതൊരു എൻഗേജ്മെൻറ്റോ അങ്ങനെയൊന്നുമല്ല, സെലിബ്രേഷൻ, സന്തോഷം ഒക്കെ ആ പേഴ്സണിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും ഇല്ല, ഒരു എന്താ പറയുക, അവരുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കാരണം, ദാറ്റ് മീൻസ് അവരുടെ പാരൻസ് ഒക്കെ കാരണമാണ് നിങ്ങളിങ്ങനെ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാകും, നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് സംതിങ് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഉണ്ടാകും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 5 ഓഫ് വാൻസ് പറയുന്നത് ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ തിരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം അങ്ങനെ പറയുന്നുണ്ടാകാം, അതായത് നിങ്ങളെ വേദനിപ്പിച്ചതാണല്ലോ, അപ്പോൾ നിങ്ങൾ അതുപോലെ തിരിച്ച് ബിഹേവ് ചെയ്യുക. അതായത് ഒരു കോമ്പറ്റീഷൻ സെയിം ആയിട്ട് വെക്കുക. ഓക്കെ, ഒരാൾക്ക് തോറ്റു കൊടുക്കാതെയൊക്കെ
നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ഈഗോ കാണിക്കുക, അത് നിങ്ങളോ അല്ലെങ്കിൽ അവരോ ആയിരിക്കാം എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 6 ഓഫ് സോർട്സ് എന്ന കാർഡാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇപ്പം കറൻ്റ്ലി ഒരു സ്റ്റിൽ അവരുടെ എനർജി നോക്കുമ്പം തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവർ ബേക്കിൽ നിന്നിട്ട്, കൂടെ ഇരുന്നിട്ടല്ല, തേർഡ് പാർട്ടിയുടെ കൂടെയല്ല അവർ മൂവ് ചെയ്യുന്നത്, പകരം ബേക്കിൽ നിന്നിട്ടാണ് അവരിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പം അവർ ഏറ്റെടുത്ത് നോക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പം അവരത് ചെയ്യുന്നു, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നേ ഉള്ളൂ, അവർ മനസ്സുകൊണ്ടല്ല. സോ ഇവിടെ നിങ്ങളിലേക്ക് കൂടുതൽ ഇമോഷൻസും ഫീലിങ്സും അവർക്ക് അറ്റാച്ച്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്, അത്രയും അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. അവരുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, തോട്ട്സ് ഞാൻ പറഞ്ഞു. അപ്പം നമ്മളുടെ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.